നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിൽ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ചിൽ നടക്കാനെത്തിയയാളുടെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. പെട്ടി ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിൽ. മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിന് മാള കോട്ടുമുറി സ്വദേശി തെങ്കുവിൽ വീട്ടിൽ അലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 21-നാണ് തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ്, എസ്ഐമാരായ അതുൽ, മോഹൻ, ജാക്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ അന്നാമ്പളം സ്വദേശി വലിയകത്ത് വീട്ടിൽ നവാസ് ആണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ഷഹബാബ്, ഗ്രേഡ് സീനിയർ CPO ബിജീഷ് സ്റ്റീഫൻ, CPOമാരായ അലക്സ് അഗസ്റ്റിൻ, അഖിൽ കോങ്ങാട്, പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാടാനപ്പള്ളി ബീച്ചിൽ നടക്കാനെത്തിയയാളുടെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. വാടാനപ്പള്ളി പൊക്കുളങ്ങര ബീച്ചിൽ നടക്കാനെത്തിയയാളുടെ 4 പവൻ തൂക്കം വരെ സ്വർണ്ണമാല കവർ ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിലായി. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി വിളക്കുപറമ്പിൽ വീട്ടിൽ അമീർ, ഗണേശമംഗലം MLA വളവ് സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ ഫഹദ്, വാടാനപ്പള്ളി ബീച്ച് സ്വദേശി രായമരക്കാർ വീട്ടിൽ നിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഏങ്ങല്ലൂർ പൊക്കുളങ്ങര സ്വദേശി വടക്കുംചേരി വീട്ടിൽ വിദേവ് എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇയാൾ ധരിച്ചിരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഞായറാഴ്ച വൈകിട്ട് പൊക്കുളങ്ങര ബീച്ചിൽ നടക്കാനെത്തിയ വിദേവിനോട് പ്രതിയായ നിഷാദ് കടലിലേക്ക് ചാടുന്നത് ഒരു വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നിഷാദ് കടലിൽ ചാടുന്ന വീഡിയോ എടുക്കുകയും ഇത് കണ്ട കൂടെ ഉണ്ടായ ഫഹദ്, ആൾക്കാർ കടലിൽ ചാടുന്നതാണോ നീ വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞ് വിദേവുമായി തർക്കമാവുകയും തുടർന്ന് 3 പ്രതികളും ചേർന്ന് ഇയാളെ ആക്രമിച്ച് കഴുത്തിൽ കിടന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും ഏലസും കവർച്ച ചെയ്ത് കടന്നു കളയുകയുമായിരുന്നു. പ്രതികൾ 3 പേരും വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസിലെ പ്രതികളാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ്, കൈമംഗലം SHO OT ബിജിത്ത്, വാടാനപ്പള്ളി SI വിഷ്ണു രാമചന്ദ്രൻ, SI ഗോകുൽ, ASI കാജ ഹുസൈൻ, GSI ബൈജു, GS CPO ഫിറോസ്, CPOമാരായ അഖിൽ, നൌഫൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പെട്ടി ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൊട്ടാപ്പ അനന്തവാടിയിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളുമായി അഞ്ചങ്ങാടി ഭാഗത്തേക്ക് പോരുന്ന പെട്ടി ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. താഴ്ചയിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറിന്റെ കാലിലും ഭിത്തിയിലും ഇടിച്ചു മറിയുകയായിരുന്നു. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിലേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ബസ് കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾ വർണ്ണാഭമായ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ പ്രത്യേകം വിവിധ ടീമുകളായി തിരിഞ്ഞ് മത്സരത്തിൽ പങ്കെടുത്തു. വിഭവങ്ങളുടെ വൈവിധ്യവും രുചിമികവും അവർ അവതരിപ്പിച്ച ടീമുകളുടെ പുതുമയും പരിപാടിയെ ശ്രദ്ധേയമാക്കി. ഓരോ ടീമും ആകർഷകമായ സ്റ്റാളുകൾ ഒരുക്കി വ്യത്യസ്ത വിഭവങ്ങൾ അവതരിപ്പിച്ചതിലൂടെ മേളയ്ക്ക് പ്രത്യേകം ഭംഗി കൈവന്നു. കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികളുടെ സംരംഭകത്വവും സർഗാത്മകതയും അഭിനന്ദിച്ചു. മത്സരത്തിന്റെ വിധി നിർണയം EKAH ഫുഡ് പ്രൊഡക്റ്റ് സംരംഭകയും പാചക വിദഗ്ധയുമായ പ്രതിഭ രാമു നിർവഹിച്ചു. വിഭവങ്ങളുടെ രുചി അവതരണം, ശുചിത്വം, പുതുമ, തീം എന്നിവ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. അധ്യാപകരായ സ്മിത NR, അപർണ VA, രൂപ MB, ഹന്ന അമൽ,
ശ്രീജിത ടി എം, ലതിമോൾ എം വി, ശശിധരൻ വി, സജിത എൻ വി, ദീപ എം പി, ശില്പ ടി എസ്, അങ്കിത ടി എം എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടത്തി. പെരിഞ്ഞനം വി കെ ഗോപാലൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് അമർലാൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ് വ്യാപാരി മിത്രം പദ്ധതി വിശദീകരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് രഘു പുല്ലാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ, കെ എ കരീം എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അമർലാലിനെയും സെക്രട്ടറിയായി സച്ചിൻ കാട്ടിലിനെയും ട്രഷററായി സി വി സന്തോഷിനെയും യോഗം തെരഞ്ഞെടുത്തു. വ്യാപാര മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ, അതെന്നും വ്യാപാര മേഖല മൊത്തം പ്രതിസന്ധികൾ തന്നെയാണ്. നമ്മളൊക്കെ ഓരോ തൊഴിൽ അല്ലെങ്കിൽ വരുമാന മാർഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വ്യാപാര മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലവിധ ഓപ്ഷൻസ് ഉണ്ട്. വരുമാന മാർഗത്തിൽ നമുക്ക് ജോലിക്ക് പോവാം, ചിലർ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, അതുമല്ലാതെ വ്യാപാരത്തിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മറ്റു രണ്ട് ഓപ്ഷനേക്കാളൊക്കെ വളരെ ടഫാണ് വ്യാപാരം നടത്താന്ന് പറഞ്ഞാൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കല്ലൂർ തൃക്കൂർ സ്വദേശിയായ പാറമേൽ വീട്ടിൽ പി എസ് സുജിത് എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് പാലക്കാട് നിന്നും പിടികൂടിയത്. 1/11/2025 മുതലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വകാര്യ ബസ് ജീവനക്കാരനായ പ്രതി യുവതിയെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പല ദിവസങ്ങളായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഗർഭിണിയായ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് യുവതിയുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ പ്രതി ഒളിവിൽ പോയെന്നുള്ള വിവരം ലഭിക്കുകയും സൈബർ സെല്ലിന്റെ സഹായത്തിലുള്ള അന്വേഷണത്തിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതിയെ പാലക്കാട് നിന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയുമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 1.5 മാസം മുമ്പാണ് റോയിയുടെ വീട്ടുപറമ്പിൽ കെണിക്കൂട് സ്ഥാപിച്ചത്. ഇയാളുടെ വീടിന് തൊട്ടരികിലെ കോഴിക്കൂട്ടിൽ കടന്ന പുലി കോഴികളെ വകവരുത്തിയിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെട്ടിക്കൂട് സ്ഥാപിച്ചത്. അത്താണി സെന്ററിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി എസ് കെ ബുള്ളിനെയാണ് സർക്കിൾ ഇൻചാർജ് വി ജെ ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ്, ടി കെ കണ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജെ ജെ ജെറി, വി തൗഫിക് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ കുടുംബശ്രീ ശ്രേയസ് കഫേ ക്യാൻറ്റീന്റെ സീലിംഗ് അടർന്നു വീണു. ആളപായമില്ല. സീലിംഗ് വീണ് ഫാനുകൾ തകർന്നു. സീലിംഗ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം അരങ്ങേറിയത്. ദേശീയപാത ആമ്പല്ലൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തുള്ള മേൽപ്പാലത്തിന്റെ പ്രവേശന ഭാഗത്താണ് മുൻപിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ പുറകിൽ വന്നിരുന്ന കാറുകൾ ഒന്നിനു പുറകിൽ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കാട്ടൂരിൽ ബസ് യാത്രക്കിടെ കുഴഞ്ഞു വീണ ഗൃഹനാഥൻ മരിച്ചു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് താമസക്കാരനായ ഇളയടത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷെമീർ ആണ് മരിച്ചത്. കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃപ്പയാറിലേക്ക് പോയ പാർത്ഥസാരഥി ബസ്സിലെ ആണ് സംഭവം നടന്നത്. ഭാര്യയോടൊപ്പം കാട്ടൂരിൽ നിന്നും ബസ്സിൽ കയറിയ ഷെമീർ കാട്ടൂർ പോലീസ് സ്റ്റേഷന് സമീപമെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പ്രഥമ ശുശ്രൂഷ നൽകി. തുടർന്ന് ഡ്രൈവർ ബിനോയും കണ്ടക്ടർ ഹാരിസും ചേർന്ന് ബസ്സിൽ ഷെമീറിനെ കരാഞ്ചിറ മെഡിക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയൂരിൽ കിണറ്റിൽ വീണ 8 വയസ്സുകാരിയെ യുവാവ് സാഹസികമായി രക്ഷപ്പെടുത്തി. മുച്ചിത്തറയിൽ വീട്ടിൽ അബ്ദുൾ ഹമീദിന്റെ മകൾ വേദലക്ഷ്മിയാണ് കിണറ്റിൽ വീണത്. അമ്മയുടെയും അച്ഛനെയും നിലവിളി കേട്ട് ഓടിയെത്തിയ വിയൂർ സ്വദേശി എടത്തറ വീട്ടിൽ ഹേമന്താണ് കിണറ്റിൽ ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്.
കുട്ടിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്വദേശിയായ അബ്ദുൾ ഹമീദും മക്കളും വിയൂർ സഹകരണ ബാങ്കിന് സമീപം കടമുറി വാടകയ്ക്ക് എടുക്കാൻ വന്നതായിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം നടക്കുന്നതിനിടയിൽ കുട്ടി കാൽ വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഷോളയാറിൽ തുമ്പിക്കൈക്ക് മുറിവുള്ള കാട്ടാന സുരക്ഷിത. 6 മാസം മുൻപ് ഇതേ പിടിയാനയെ തുമ്പിക്കൈയിലെ അഗ്രത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. പ്രായം കൂടിയ ആന ആയതിനാൽ മുറിവ് ജീവന് ഭീഷണിയാകുമെന്ന് സംശയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഷോളയാർ വനത്തിൽ കണ്ടെത്തിയപ്പോൾ മുറിവ് ഉണങ്ങിയ നിലയിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിൽ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ചിൽ നടക്കാനെത്തിയയാളുടെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. പെട്ടി ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.